ഹലോ നമസ്കാരം എല്ലാവർക്കും. അപ്പം നമ്മൾ സ്കൂളൊക്കെ ഇവിടെ തുറക്കാൻ വേണ്ടി പോവുകയാണല്ലേ. അങ്ങനെ പൊന്നുവിന് നാളെ സ്കൂൾ തുറക്കുവാണേ. അപ്പോൾ അതിന് മുമ്പായിട്ട് പൊന്നിൻ്റെ യൂണിഫോം ഒക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം പൊന്നിന് ഞാൻ യൂണിഫോം പുതിയതായിട്ട് എടുത്തില്ല എന്നുള്ളതല്ല, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തില്ല. കാരണം കടയൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു തിരക്കൊക്കെ കഴിയട്ടെ, എന്തായാലും പഴയ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് വെച്ച് ഒരു മാസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വെച്ചിട്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത്. പക്ഷേ ഇട്ട് നോക്കിയപ്പോഴത്തേക്കാണ് നമ്മുടെ പൊന്നു 2 മാസം കൊണ്ട് വളർന്നു പോയി എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് കേട്ടോ. ഈ ഷർട്ടും കോട്ടും ഒക്കെ അവൾക്ക് ചെറുതായി പോയി. എന്നാലും കുഴപ്പമില്ല, ഒരു മാസമൊക്കെ ഓടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രാത്രി ഒരു 8 മണിക്ക് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ എത്ര സമയം കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ എല്ലാം തലേ ദിവസം അല്ലെങ്കിൽ ആ ഒരു സ്പോട്ടിലേക്ക് ചെയ്യാറുള്ളൂ അല്ലേ. അതുപോലെയാണ് ഞാനും തലേ ദിവസവും ഒരു രാത്രി ഒരു 8 മണിക്ക് ശേഷമാണ് ഇതൊക്കെ അയൺ ചെയ്യാനൊക്കെ എടുത്തത്. അപ്പോൾ ഇന്നെനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് പൊന്നുവാണേ. ഞാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അവൾ എന്നെ ഇങ്ങോട്ട് ചോദിച്ചു വന്ന് എടുത്ത് തരികയാണ്. അങ്ങനെ നമ്മുടെ പൊന്നിൻ്റെ യൂണിഫോമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞു, നീ നിൻ്റെ ബാഗിനകത്ത് വേണ്ട സാധനങ്ങളൊക്കെ ഇപ്പോഴേ എടുത്ത് വെക്കി, രാവിലെ സമയം കിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ബുക്ക് എടുത്ത് വെച്ചപ്പോഴത്തേക്കാണ് ഒരു കാര്യം ഞാൻ ചെയ്യാൻ മറന്നുപോയി. വേറൊന്നുമല്ല, പൊന്നിൻ്റെ പേരും നാളൊക്കെ എഴുതാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അതെന്തെന്ന് വെച്ചാൽ പൊന്നിനാണെങ്കിൽ നൈൻ കാർഡ് ഞാൻ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒന്നിലും പേരൊന്നും എഴുതാത്തത്. അങ്ങനെ പിന്നെ ഒരു റഫ് നോട്ട് ചുമ്മാ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ ഒരു പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നൈം കാർഡ് കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമേ. അത് പൊന്നിൻ്റെയും മിന്നുൻ്റെയും നമ്മുടെ കുഞ്ഞിൻ്റെയും കൂടെ 3 പേരും കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് കൊടുത്തത്. അപ്പോൾ 2 പേർക്കും കൂടി എടുക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അങ്ങനെ ബാഗിനകത്ത് പൊന്നു എന്തൊക്കെയോ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാരി വയ്ക്കുന്നുണ്ട്. ആദ്യം ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു പൗച്ച്, അതിനകത്ത് പെൻസിൽ, ഒരു മിനി നോട്ട്, പിന്നെ എറേസർ 2 3 ടൈപ്പ് എറേസറൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യം നാളെ കാണത്തില്ല, പിന്നെ പിള്ളേരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി കാണിക്കാമല്ലോ, അതിൽ ഒരു ചെറിയ സന്തോഷം അവൾക്കും കിട്ടുമായിരിക്കുമല്ലോ. അങ്ങനെ എല്ലാം വാരി ഇവിടെ നിറച്ച് വെച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് യൂണിഫോമൊക്കെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. വിശക്കുന്നേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിശപ്പിന് വേറൊരു കാരണമുണ്ട് കണ്ടോ, രാവിലെ എഴുന്നേറ്റ് ഇതാണ് അവൾക്ക് പരിപാടി. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് ആ സമയത്ത് വിശപ്പ് പോകുന്നത്. പിന്നെ പെട്ടെന്ന് ചടപടേനെ റെഡി ആയിട്ട് നേരെ നമ്മൾ പോയത് മലയങ്കിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. അവിടെ ഒരു തുളസിമാലയൊക്കെ വാങ്ങിച്ചിട്ട് അവൾ ഇപ്രാവശ്യം ഒറ്റയ്ക്ക് പോയി തൊഴുതിട്ട് ഇറങ്ങി വരികയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പൊന്നു ഒറ്റയ്ക്ക് അമ്പലത്തിൽ ഇന്ന് പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലോട്ട് പോയി. ഇതാണ് പൊന്നുൻ്റെ ന്യൂസ് ക്ലാസ് റൂം. പിന്നെ അവൾ ഇപ്രാവശ്യം ഡിവിഷൻ മാറി. അങ്ങനെ പുതിയ കുട്ടികളോടാണ് അവൾ ഇരിക്കുന്നത്. ഒറ്റയ്ക്ക് പോയി ഇരിക്കാനൊക്കെ അവൾക്കൊരു മടിയായിരുന്നു. കാരണം പുതിയ കുട്ടികളൊക്കെ ആണല്ലോ, പഴയ കുട്ടികളാരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വിഷമിച്ച് അവൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ ഒരു വർഷം നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങാൻ കഴിയട്ടെ അല്ലേ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.